ട്രീസാണ് നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ. അതായത് 4th മൊഡ്യൂളാണ് ട്രീസ് എന്ന് പറയുന്നത്. ഡേറ്റാ സ്ട്രക്ചറിൻ്റെ 4th മൊഡ്യൂളാണ് ട്രീസ് എന്ന് പറയുന്നത്. അപ്പം ട്രീ എന്ന് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നമ്മളിപ്പം ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്, അതായത് ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക് ക്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ലീനിയർ ഡേറ്റാ സ്ട്രക്ചേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പം റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് നോൺ ലീനിയർ സ്ട്രക്ചേഴ്സായ ഗ്രാഫും ട്രീസും ഒക്കെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ കൺസേൺ ട്രീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രീസ് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാ സ്ട്രക്ചർ തന്നെയാണ് ട്രീസ് എന്ന് പറയുന്നത്. അതെങ്ങനത്തെ ഡേറ്റാ സ്ട്രക്ചറാണ്? ഒരു നോൺ ലീനിയർ ഡേറ്റാ സ്ട്രക്ചറാണ് ട്രീ എന്ന് പറയുന്നത്. ട്രീയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്, വെർസറ്റൈലാണ്, ദെൻ അതുപോലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഡേറ്റാ സ്ട്രക്ചറാണ്. ഈ ഡേറ്റാ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ ഐറ്റംസിൻ്റെ ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്സ്, അതായത് ഒരു ഗ്രാൻഡ് ഫാദറും അവരുടെ ഡിസെൻഡൻസ് എന്ന് പറയുന്നത് സെയിം ഫാമിലിയിൽ വരുന്ന ആൾക്കാരെയാണ് ഡിസെൻഡൻസ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് ഫാദറും ഡിസെൻഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗ്രാൻഡ് ഫാദർ, ഡിസെൻഡൻസ്, പിന്നെ ആ ഡിസെൻഡൻസ് അങ്ങനെയുള്ള റിലേഷൻഷിപ്സിൻ്റെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറാണ് നമ്മൾ ട്രീസ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾക്കിവിടെ മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ട്രീയുടെ ഡെഫിനിഷൻ, ബൈനറി ട്രീ റെപ്രസെൻറ്റേഷൻ, ട്രീസിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെയാണ് നമ്മളിവിടെ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ട്രീസ് എന്താണെന്ന് നോക്കാം. ട്രീ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു നോൺ ലീനിയർ ഡേറ്റാ സ്ട്രക്ചറാണ്. അതായത് ഐറ്റംസ് ഒരു സോർട്ടഡ് സീക്വൻസിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്സ്, ഡേറ്റ ഐറ്റംസ് തമ്മിലുള്ള ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു തിയററ്റിക് ഡെഫിനിഷൻ ദ ഗ്രാഫ് തിയററ്റിക് ഡെഫിനിഷൻ ഓഫ് ട്രീയുടെ ഒരു ഗ്രാഫ് തിയററ്റിക്കൽ റെഫറൻസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫൈനിറ്റ് സെറ്റ് ഓഫ് വൺ ഓർ മോർ ഡേറ്റ ഐറ്റംസ് സച്ച് ദാറ്റ്, അതായത് ഒരു ഫൈനിറ്റ് സെറ്റ് ഡേറ്റ ഐറ്റംസിൻ്റെ ഒരു ഫൈനിറ്റ് സെറ്റ്, ഒന്നോ അതിൽ കൂടുതലോ ഉള്ള ഡേറ്റ ഐറ്റംസ്, ആ ഡേറ്റ ഐറ്റംസിനെ നമുക്ക് നോഡ്സ് എന്ന് വിളിക്കാം. ഒന്നോ അതിൽ കൂടുതലോ ഡേറ്റ ഐറ്റംസിൻ്റെ ഒരു ഫൈനൈറ്റ് സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രീ എന്ന് പറയുന്നത്. ദെൻ അവിടെ 2 കണ്ടീഷൻസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ, ദർ ഇസ് എ സ്പെഷ്യൽ ഡേറ്റ ഐറ്റം കോൾഡ് റൂട്ട് ഓഫ് ദി ട്രീ. എല്ലാ മരങ്ങൾക്കും ഒരു റൂട്ട് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഡേറ്റ ഐറ്റം നമ്മുടെ ട്രീക്കും ഉണ്ട്. അതിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ, ആൻഡ് ഇറ്റ്സ് റിമൈനിങ് ഡേറ്റ ഐറ്റംസ് ആർ പാർട്ടീഷൻഡ് ഇൻടു നമ്പർ ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് സബ്സെറ്റ്, ഈച്ച് ഓഫ് വിച്ച് ഇറ്റ് സെൽഫ് ഇസ് എ ട്രീ ആൻഡ് ദേ ആർ കോൾഡ് സബ് ട്രീസ്. അതായത് റൂട്ടുണ്ട്, റിമൈനിങ് പാർട്സിനെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് സബ്സെറ്റ്സ്, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സബ്സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിനെ നമ്മൾ ഒറ്റയൊരെണ്ണമായിട്ട് കൺസിഡർ ചെയ്താലും ഒരു ട്രീ ആയിരിക്കും. റൂട്ടിനോടല്ലാതെ വരുന്ന നോട്ട്സിനെ അത് മാത്രമായിട്ട് കൺസിഡർ ചെയ്താലും അതൊരു എന്തായിരിക്കും? ട്രീ ആയിരിക്കും. സോ അങ്ങനെയുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ സബ് ട്രീ എന്ന് പറയുന്നത്. ദെൻ ഫിഗർ ശ്രദ്ധിച്ചേ, നമുക്കിവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ട്രീയുടെ എക്സാമ്പിളാണ്. ട്രീയുടെ ഏറ്റവും ടോപ്പിൽ എന്തുണ്ട്? ഒരു റൂട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ നോക്കിക്കേ. ഇപ്പം ബി എന്ന് പറയുന്ന ഇവിടെ ഓരോ റൗണ്ടിൽ കൊടുത്തേക്കുന്ന എലമെൻറ്റിനെയും നമ്മൾ നോഡുകൾ എന്നാണ് പറയുന്നത്. ഓരോ റൗണ്ടിനെയും നമ്മൾ എന്താണ്? നോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഏറ്റവും ടോപ്പിൽ കൊടുത്തേക്കുന്നത്, അതായത് എ ആണ് അവിടെ റൂട്ട്. ദെൻ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത് ബി ആണ്, റൈറ്റ് സബ് ട്രീ എന്ന് പറയുന്നത് ഡി. അങ്ങനെ സബ് ട്രീസ് ഉണ്ട്. അതിന് ഇറ്റ് സെൽഫ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സബ് ട്രീ ആയിട്ട് വരും. ഇപ്പോൾ ഒരു നാച്ചുറൽ ട്രീ, അതായത് നമ്മൾ കാണുന്ന മരങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ സോയിലിൽ നിന്ന് മുകളിലോട്ടല്ല വരുന്നത്. പക്ഷേ ഡേറ്റാ സ്ട്രക്ചറിലെ ട്രീയുടെ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടോപ്പിൽ നിന്നും താഴോട്ടായിരിക്കും, മുകളിൽ നിന്നും താഴോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? വളർന്നു വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ട്രീ ടെർമിനോളജീസ്, ഈ എൻ്റയർ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ടേംസ് ആണ് ഇനി പറയുന്നത്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഫസ്റ്റ് വണ്ണാണ് റൂട്ട് എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ ഡിസൈൻഡ് ഡേറ്റ ഐറ്റമാണ് റൂട്ട് എന്ന് പറയുന്നത്. ഒരു ഡേറ്റ ഐറ്റത്തിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഈ ഡേറ്റ ഐറ്റംസിൻ്റെ ഹൈറാർക്കിക്കൽ അറേഞ്ച്മെൻറ്റിൽ ഏറ്റവും ടോപ്പിലുള്ളതാണ് റൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിളിൽ എ ആണ് റൂട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് നോഡ്. ഓരോ ഡേറ്റ ഐറ്റവും ട്രീക്കകത്ത് വരുന്ന ഓരോ ഇൻഡിവിജ്വൽ ഡേറ്റ ഐറ്റത്തിനെയും നമ്മൾ നോഡെന്നാണ് വിളിക്കുന്നത്. ഒരു ട്രീയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് തന്നെ പറയുന്നത് ഒരു നോഡാണ്.
ഡേറ്റ ഇൻഫർമേഷനും അതുപോലെ തന്നെ ലിങ്ക്സ് അല്ലെങ്കിൽ ബ്രാഞ്ചസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നത് ഡേറ്റ ഇൻഫർമേഷനോ ലിങ്ക്സോ ഒക്കെ പറയുന്നതായിരിക്കും ഒരു നോഡെന്ന് പറയുന്നത്. നമ്മുടെ ഈ എക്സാമ്പിളിൽ അവിടെ 13 നോഡ്സാണ് നമ്മുടെ എക്സാമ്പിളിലുള്ളത്. ദെൻ നെക്സ്റ്റ് ടേമാണ് ഡിഗ്രി ഓഫ് എ നോഡ് എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് എ നോഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സബ് ട്രീ ഓഫ് എ നോഡ്. ഒരു നോഡിൽ നിന്നും വരുന്ന നമ്പർ ഓഫ് സബ് ട്രീസ് എന്താണെന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്നും ലെഫ്റ്റും റൈറ്റും. സബ് ട്രീ എന്ന് പറയുന്നത് ഒരു നോഡും ഒരു ലെഫ്റ്റ് നോഡും ഒരു റൈറ്റ് നോഡും ഉണ്ടെങ്കിൽ അതൊരു സബ് ട്രീ ആണ്. അല്ലെങ്കിൽ മെയിൻ റൂട്ടിൽ നിന്നും ഒരു നോഡോ അതിനൊരു ലെഫ്റ്റ് ട്രീയോ റൈറ്റ് സബ് ട്രീയോ റൈറ്റ് നോഡോ ലെഫ്റ്റ് നോഡോ ഉണ്ടെങ്കിൽ അതൊരു സബ് ട്രീ ആണ്. ഓക്കെ, ഇനി സബ് ട്രീസ് ഇനി ഡിഗ്രി ഓഫ് എ നോഡല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് സബ് ട്രീസ് ഓഫ് എ നോഡ് ഇൻ എ ഗിവൺ ട്രീ. ഒരു ട്രീയിലെ സബ് ട്രീയുടെ നമ്പറിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മളിവിടെ സബ് ട്രീസ് എന്താണെന്ന് നോക്കാൻ പോവാം. എ ഡിഗ്രി ഓഫ് നോഡ് എ ഈസ് 3. കാരണം എയിൽ നിന്നും ബിയും സിയും ഡിയും അതിൻ്റെ സബ് ട്രീസ് ആയിട്ട് വരുന്നുണ്ട്. സോ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. ഇനി നോഡ് സീനെ നോക്കിയേ. സിയിൽ ഒരെണ്ണമല്ലേ ഉള്ളൂ സബ് ട്രീ ആയിട്ട് വരുന്നുള്ളൂ, താഴോട്ട് ഒറ്റ നോഡല്ലേ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് അതിൻ്റെ ഡിഗ്രി 1 ആണ്. ബീനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ബി എന്ന് പറയുന്ന നോഡിൻ്റെ ഡിഗ്രി 2 ആണ്. കാരണം ഇയും എഫും ആണ് അതിൻ്റെ 2 നോഡ്സ് ആയിട്ട് വരുന്നത്. ദെൻ എച്ചിനെ കൺസിഡർ ചെയ്യുമ്പം എച്ചിന് സബ് ട്രീസ് ഒന്നുമില്ല, അതിൻ്റെ ഡിഗ്രി 0 ആണ്. ഐനെ കൺസിഡർ ചെയ്യുമ്പം ഐക്ക് എത്രയാണ്? 3 ഉണ്ട്, KLI. അങ്ങനെ അതുകൊണ്ട് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ഡിഗ്രി ഓഫ് എ നോഡാണ് പറഞ്ഞത്. ഇനി ഡിഗ്രി ഓഫ് എ ട്രീ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീക്കുള്ളിലാണല്ലോ നോഡ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നോഡ്സിൻ്റെ ഡിഗ്രിയിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണോ അതായിരിക്കും ട്രീയുടെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ എക്സാമ്പിളിൽ നമ്മൾ ഡിഗ്രി ഓഫ് നോഡ്സ് പറഞ്ഞില്ല, അതിൽ ഏറ്റവും കൂടിയ നമ്പർ ഏതാ? എയ്ക്കും 3 ഡിഗ്രി, ഐക്കും 3 ഡിഗ്രി. സോ 3 ആയിരിക്കും നമ്മുടെ ഈ എക്സാമ്പിളിൽ ഡിഗ്രി ഓഫ് എ ട്രീ എന്ന് പറയുന്നത്. ഇനി ടെർമിനൽ നോഡ്. ഒരു നോഡ് ടെർമിനൽ നോഡാണ് എന്ന് പറയണമെങ്കിൽ ടെർമിനൽ നോഡിനെ നമ്മൾ ലീഫ് നോഡെന്നും പറയും. ലീഫ് നോഡ് അല്ലെങ്കിൽ ടെർമിനൽ നോഡ്. കാരണം ലീഫ്, നമ്മുടെ മരത്തിൻ്റെ ലീഫ്, ഇല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വളരുമോ? ഒരു ഇലയാണല്ലോ ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും മീൻ ചെയ്യുന്നത്, ലാസ്റ്റത്തെ ലീഫ് എന്ന് പറയുന്നത്. നമ്മുടെ എബോ ട്രീയിൽ ഇവിടെ 7 ടെർമിനൽ നോഡ്സ് നമുക്കുണ്ട്. കാരണം ഏതൊക്കെയാണ്? ഇ, ജെ, ജി, എച്ച്, കെ, എൽ, ഐ. കാരണം ഇവർ ലാസ്റ്റത്തെ ലീഫാണ്. ഇത് കഴിഞ്ഞ് വേറെ ഒന്നും വരുന്നില്ല. ദെൻ നോൺ ടെർമിനൽ നോഡ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നോൺ ടെർമിനൽ നോഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ടെർമിനൽ നോഡ് പഠിച്ചില്ലേ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതിനെന്തുണ്ടായിരിക്കും? ഇൻ്റർമീഡിയറ്റ് നോഡ്സ് ആയിരിക്കും. ദെൻ അതിന് ചൈൽഡുകൾ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ടോട്ടലി 5 ഇൻ്റർമീഡിയറ്റ് നോഡ്സ് ഉണ്ട്. കാരണം എ, ബി, എഫ്, സി, ഡി, ഐ, അങ്ങനെ 5 ഇൻ്റർമീഡിയറ്റ് നോഡ് അല്ലെങ്കിൽ നോൺ ടെർമിനൽ നോഡ്സ് ആണ് നമുക്കുള്ളത്. കാരണം ഇവർക്കെല്ലാവർക്കും എന്തുണ്ട്? വേറെ ചൈൽഡ് നോഡ്സ് ഉണ്ട്, അവർ ലീഫുകളല്ല. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സിബ്ലിംഗ് എന്ന് പറയുന്നത്. ദ ചിൽഡ്രൻ നോഡ്സ് ഓഫ് എ ഗിവൺ പേരൻറ്റ് നോഡ് ഈസ് കോൾഡ് സിബ്ലിങ്സ്. അതായത് ഒരു പേരൻറ്റിൽ നിന്ന് വരുന്ന ചൈൽഡ് നോഡിനെയാണ് സിബ്ലിങ്സ് എന്ന് പറയുന്നത്. അവരെ നമുക്ക് എന്താണ്? ബ്രദേഴ്സ് എന്നും പറയാനായിട്ട് വിളിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബിയുടെ സിബ്ലിങ്സ് ആണ് ഇയും എഫും. അതുപോലെ തന്നെ ഐയുടെ സിബ്ലിങ്സ് ആണ് കെയും എല്ലും. ഐയുടെ സിബ്ലിങ്സ് ആണ് കെയും എല്ലും ഐയും. KLM ആണ് കേട്ടോ. ആ ഫിഗറിലൊരു കറപ്ഷനുണ്ട്. KLM ആണത്. ഐന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് വന്നേക്കാണ്, സാരമില്ല. അതിനെ നമുക്ക് KLI ആണ് ഐയുടെ സിബ്ലിങ്സ്, അത് തന്നെ നമുക്ക് പറയാം. ദെൻ ഇനി ലെവൽ എന്താണെന്നാണ് പറയുന്നത്. ലെവൽ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ട്രീനെ നമ്മളൊരു ലെവൽ യൂസ് ചെയ്തിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. റൂട്ട് നോഡിലാണ് നമ്മൾ ലെവലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൂട്ട് നോഡിൻ്റെ ലെവൽ എപ്പോഴും ലെവൽ 0 ആയിരിക്കും. എക്സാമ്പിൾ നോക്കി, ലെവൽ 0 ആയിരിക്കും എപ്പോഴും റൂട്ട് നോഡിന്. റൂട്ട് നോഡ് കഴിഞ്ഞിട്ട് വരുന്നത് എന്തായിരിക്കും? ലെവൽ 1. അങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ലെവൽ കൊടുക്കുന്നത്. ഇനി ഒരു പേരൻറ്റിൻ്റെ, ഇപ്പം ഡി എന്ന് പറയുന്ന പേരൻറ്റിൻ്റെ ചൈൽഡായ എച്ചിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഡി nth നോഡാണെങ്കിൽ n+1 ആയിരിക്കും അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അതായത് n = എത്രയാണ് ഇവിടെ? 1 അല്ലേ? ഡിയുടെ ലെവൽ എത്രയാണ്? n 1 ആണ്. ദെൻ എച്ചിൻ്റെ ലെവൽ കണ്ടുപിടിക്കാനായിട്ട് n+1 ചെയ്താൽ മതി. അതായത് 1 + 1 2. കറക്റ്റ് അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഒരു
എക്സ്പൊണൻഷ്യൽ ഫോമിൽ നമുക്കതിനെ പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് എഡ്ജ് എന്ന് പറയുന്നത്. എഡ്ജ് എന്ന് പറയുന്നത് രണ്ട് നോഡുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്ജ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു നോഡിൽ നിന്നും മറ്റൊരു നോഡിലോട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ, അതിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. ദെൻ പാത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസിക്യൂട്ടീവ് എഡ്ജസ്, ഒരു സോഴ്സ് നോഡിൽ നിന്നും ഒരു ലീഫ് നോഡ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ നോഡ് വരെയുള്ള കോൺസിക്യൂട്ടീവ് എഡ്ജസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന എഡ്ജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്ത് എന്ന് പറയുന്നത്. ഒരു വഴിയാണ്, വഴി തന്നെ സെയിം കൺസെപ്റ്റ് തന്നെ. ഈ എക്സാമ്പിളിൽ എ തൊട്ടിട്ട് ജെ വരെയുള്ളതിൻ്റെ പാത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എയിൽ നിന്ന് ജെയിൽ എത്തണമെങ്കിൽ നമ്മൾ ഏതൊക്കെ നോട്ട്സ് വഴി പോകണം? എയിൽ പോയി, ബിയിൽ പോയി, എഫിൽ പോയി, ജെയിൽ പോകണം. അത് നമുക്ക് എങ്ങനെ പാത്ത് വഴി എഴുതാൻ പറ്റുമെന്ന്. എ കോമ ബി ഒരു സെറ്റായിട്ട് എഴുതും, ബി കോമ എഫ് ഒരു സെറ്റായിട്ട് എഴുതും, എഫ് കോമ ജെ ഒരു സെറ്റായിട്ട് എഴുതും. അങ്ങനെയാണ് നമ്മൾ പാത്ത് പെയേഴ്സായിട്ടായിരിക്കും എഴുതുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ എഴുതിയേക്കുന്നത്? എ കോമ ബി, ബി കോമ എഫ് ആൻഡ് എഫ് കോമ ജെ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഡെപ്ത് എന്ന് പറയുന്നത്. ഡെപ്ത് എന്ന് പറയുന്നത് മാക്സിമം ലെവൽ ഓഫ് എനി നോഡ് ഇൻ എ ഗിവൺ ട്രീ. ഒരു ട്രീക്കകത്തെ മാക്സിമം ലെവലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രീ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഐയുടെ ഹൈറ്റ് എത്രയാണ്? ഐയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 0 അതുപോലെ തന്നെ സിയുടെ ഹൈറ്റ് എത്രയാണ്? സിയുടെ ഹൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സിയുടെ ഹൈറ്റ് എന്ന് പറയുന്നതും എല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതും 0 അതുപോലെ സിയുടെ ഹൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റിനെ തന്നെയാണ് ഡെപ്ത് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. സോ അതിൻ്റെ താഴോട്ട് എത്ര നോട്ട്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദെൻ എ എന്ന് എയ്ക്ക് അപ്പം എയുടെ ഡെപ്ത് എത്രയായിരിക്കും? 2 ആയിരിക്കും എയുടെ ഡെപ്ത് ഇവിടെ വരുന്നത്. എയുടെ ഡെപ്ത് ഇവിടെ വരുന്നത് എത്രയായിരിക്കും? എയുടെ ഡെപ്ത് ഇവിടെ വരുന്നത് 1, 2, 3 ആയിരിക്കും എയുടെ ഡെപ്തായിട്ട് ഇവിടെ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴോട്ട് എത്ര നോട്ട്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അങ്ങനെ നമുക്ക് ഡെപ്തിനെ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാടെന്ന് പറഞ്ഞാൽ എന്താ? കാടെന്ന് പറയുന്നത് എന്തിനെയാണ് നമ്മളൊരു കാട് എന്ന് പറയുന്നത്? ഒരുപാട് മരങ്ങളുള്ള ഒരുപാട് ഇൻഡിവിജ്വൽ ട്രീസ് വരുമ്പോൾ അതെന്താകും? ഒരു ഫോറസ്റ്റ് ആകും. കുറേ ട്രീസ് വരുമ്പോഴത്തേക്കും അത് തന്നെ സെറ്റ് ഓഫ് ഡിസ്ജോയിൻറ്റഡ് ട്രീസിനെയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് യു റിമൂവ് ഇറ്റ്സ് റൂട്ട് നോഡ് ദെൻ ഇറ്റ് ബിക്കംസ് എ ഫോറസ്റ്റ്. അതായത് ഈ എക്സാമ്പിളിൽ നമ്മൾ എ എന്ന് പറയുന്ന നോഡിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫോറസ്റ്റ് ആവും. 3 നോട്ട്സ് ഉള്ള ഒരു ഫോറസ്റ്റ് ആവും. ദെൻ ഇനി ബൈനറി ട്രീസ് എന്താണ്? ബൈനറി ട്രീസിൻ്റെ കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൈനറി ട്രീ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഡേറ്റ ഐറ്റംസ്. ബൈനറി ട്രീ എന്ന് പറയുന്നത് അവിടെ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഡേറ്റ ഐറ്റംസ് ഉണ്ടായിരിക്കും. നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും ഡേറ്റ ഐറ്റംസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് ഈ ഡേറ്റ ഐറ്റംസ് എന്ന് പറയുന്നത് ചിലപ്പം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഐറ്റം ഉണ്ടായിരിക്കും. റൂട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഐറ്റം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ രണ്ട് ഡിസ്ജോയിൻറ്റ് ബൈനറി ട്രീസ് വരുന്നുണ്ട്. ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും. ഒരു ബൈനറി ട്രീ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതൊരു മോസ്റ്റ് കോമൺലി യൂസ്ഡ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ഒരു ബൈനറി ട്രീ ആണ്. ബൈനറി ട്രീയുടെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 2 ആണ്. കാരണം നോട്ട് മോർ ദാൻ 2, 2ൽ കൂടുതൽ എന്ത് വരില്ല? ബൈനറി ട്രീയുടെ ഡിഗ്രി 2ൽ കൂടുതൽ വരില്ല. ബൈനറി ട്രീയുടെ ഡിഗ്രി 2ൽ കൂടുതൽ ബൈനറി ട്രീയുടെ ഡിഗ്രി വരത്തില്ല. കാരണം ഒരു ലെഫ്റ്റ് സബ് ട്രീയും ഒരു റൈറ്റ് സബ് ട്രീയും മാത്രമേ അതിനുണ്ടായിരിക്കുകയുള്ളൂ. സോ എല്ലാത്തിനും എല്ലാ നോഡിനും 2 സൈഡിലോട്ട് മാത്രമേ നോഡ്സ് വരുള്ളൂ. സോ അതുകൊണ്ട് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2ൽ കൂടത്തില്ല ഒരു ബൈനറി ട്രീൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെ 0 ഡിഗ്രി നോഡും ഉണ്ടാവാം, പക്ഷേ 0 ഡിഗ്രി ഉള്ള നോഡും ഉണ്ടാവാം, പക്ഷേ 2ൽ കൂടുതലുള്ളത് ഉണ്ടാവത്തില്ല. നമ്മുടെ ഇൻ ദി എബോവ് ബൈനറി ട്രീ നമ്മുടെ ഈ എക്സാമ്പിൾ
നോക്കുവാണെങ്കിൽ ഈ ബൈനറി ട്രീയിൽ ഇവിടുത്തെ റൂട്ട് എന്ന് പറയുന്നത് എ ആണ്. ദെൻ ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും ഏതൊക്കെയാണെന്ന് ഇനി പറയുന്നത്. ഇവിടുത്തെ ലെഫ്റ്റ് സബ് ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് ബി ആണ്. ദെൻ അതിൽ റൈറ്റ് സബ് ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് സി ആണ്. ദെൻ ബി പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റും റൈറ്റുമായിട്ട് ബി പിന്നെയും പോയിട്ടുണ്ട്. ദെൻ ബിക്ക് അത് ഡി ഉണ്ട്. ദെൻ എലമെൻറ്റ് ഡിയും ഇയും എലമെൻറ്റ്സ് ഉണ്ട്. ദെൻ ലീഫ് നോട്ട്സിലോട്ട് പിന്നെ അത് പോകും. സിക്ക് എഫും ജിയും എന്തുണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. ദെൻ അതെന്ത് ചെയ്തു, കെ എന്ന് പറയുന്ന ലീഫിലെത്തിയിട്ടാണ് ആ നോഡ് എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ട്രിക്ട്ലി ബൈനറി ട്രീസ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം ബൈനറി ട്രീ എന്താണെന്ന് പഠിച്ചു. കാരണം ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടായിരിക്കും, ഒരു റൈറ്റ് സബ് ട്രീ ഉണ്ടായിരിക്കും. ഇനി സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ if every non-terminal node in a binary tree consists of non-empty left subtree and right subtree, then such a tree is called strictly binary tree. അതായത് എല്ലാ നോൺ ടെർമിനൽ നോഡിനും, അതായത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന എല്ലാ നോഡിനും ഒരു ലെഫ്റ്റ് സബ് ട്രീയും ഒരു റൈറ്റ് സബ് ട്രീയും ഉണ്ടെങ്കിൽ അതെന്താണ്, ഒരു സ്ട്രിക്ട്ലി ബൈനറി ട്രീ ആണ്. എക്സാമ്പിൾ നോക്കിക്കേ, എ എന്ന് പറയുന്ന റൂട്ട് നോഡ്, അതിന് ലെഫ്റ്റ് സബ് ട്രീ ആയിട്ട് ബിയും റൈറ്റ് സബ് ട്രീ ആയിട്ട് സിയും ഉണ്ട്. ദെൻ സി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ടെർമിനൽ നോഡാണ്. ആ കണ്ടീഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബി എന്ന് പറയുന്നത് നോൺ ടെർമിനലാണ്, കാരണം അതിൽ നോൺ ടെർമിനലാണ്. ദെൻ അതിന് എഗെയിൻ എന്തുണ്ട്, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ദെൻ പിന്നെ ഇ ആണ് വരുന്നത്. ഇ എന്ന് പറയുന്ന റൂട്ടിന് പിന്നെയും നോക്കുമ്പം എഫും ജിയും ഉണ്ട്. സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്ന് പറയുമ്പം ഒരു നോഡിന് ലെഫ്റ്റും ഉണ്ടായിരിക്കും, നോൺ ടെർമിനൽ അതായത് ലാസ്റ്റത്തെ നോഡ് അല്ലാതെ വരുന്ന നോഡിന് ഒരു ലെഫ്റ്റും ഒരു റൈറ്റും ഉണ്ടായിരിക്കും. ദെൻ ലെഫ്റ്റും ഒരു റൈറ്റും ഉണ്ടായിരിക്കും. ദെൻ ഇനി നമുക്കതാണ് എക്സ്പ്രഷൻ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ് ട്രീസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറാൻഡ്സ് പ്ലസ് മൈനസ് അങ്ങനെയൊക്കെ വരുന്നതാണ്. ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, പ്ലസ് മൈനസ് അങ്ങനെയൊക്കെ വരുന്ന സൈൻസ് ആണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറാൻഡ്സ് എന്താണ്, ആ വാല്യൂസിനെയാണ് നമ്മൾ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ റൂട്ടായിട്ടും ഓപ്പറാൻഡ്സിനെ നമ്മൾ ലീഫ് നോട്ട്സ് ആയിട്ടുമായിരിക്കും കൊടുക്കുന്നത്. എന്തിനെയാണ്, ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ നോൺ ലീഫ് നോട്ട്സ് ആയിട്ടും അതുപോലെ തന്നെ ഓപ്പറാൻഡിനെ ലീഫിലുമായിരിക്കും കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ എക്സാമ്പിൾ റെപ്രസെൻറ്റേഷൻസ് ആണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, കൊടുത്തേക്കുന്നത്, ട്രീയും അതിൻ്റെ റെപ്രസെൻറ്റേഷനും. ദെൻ ഈ എക്സാമ്പിൾ എല്ലാവരും നോക്കിയിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതിന് നമുക്ക് പോസ്റ്റ് ഫിക്സും പ്രിഫിക്സും പോസ്റ്റ് ഫോമിലും പ്രിഫിക്സ് ഫോമിലും അതുപോലെ തന്നെ ഇന്നോർഡറായിട്ടും ട്രാവേഴ്സൽ പെർഫോം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ടെക്സ്റ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. സോ ജസ്റ്റ് നിങ്ങളെന്താണ്, ആദ്യം കാണിച്ചേക്കുന്നത് പ്രീ ഓർഡർ എക്സ്പ്രഷനാണ്, രണ്ടാമത് കാണിച്ചേക്കുന്നത് പോസ്റ്റ് ഓർഡറാണ്, ലാസ്റ്റത്തത് ഇന്നോർഡറാണ്. അതിൻ്റെ ഡിഫറൻസ് മാത്രം ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കുക. പ്രീ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പറേറ്റേഴ്സ് എപ്പോഴും ഓപ്പറാൻഡ്സിൻ്റെ മുമ്പിലായിരിക്കും. കാരണം പ്ലസ് മൈനസ് അങ്ങനത്തെ ഒക്കെ സൈൻസ് ABC ഒക്കെ സി എന്ന് പറയുന്ന ഓപ്പറാൻഡ്സിൻ്റെ മുമ്പിലല്ലേ കൊടുത്തേക്കുന്നത്, അതാണ് പ്രീ ഓർഡർ. ഇനി പോസ്റ്റ് ഓർഡറിൽ പറയുവാണെങ്കിൽ ഓപ്പറാൻഡ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഓപ്പറേറ്റേഴ്സ്, പ്ലസ് മൈനസ് അങ്ങനത്തെ സൈൻസ് ഒക്കെ ABC അങ്ങനെ വാല്യൂസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇന്നോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ ബിറ്റ്വീനായിട്ട് ഈ ABC എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറൻസ് അല്ലേ, ഈ ഓപ്പറൻസിൻ്റെ ഇടയിലായിട്ടായിരിക്കും ഓപ്പറേറ്റേഴ്സ് വരുന്നത്.